അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല പോക്ക് കൊണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതൊന്ന് കാണിക്കിലേക്ക്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാലു ആണ്. ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് അമൃത ഏജൻസിയിലാണ്. നമ്മൾ ഒരുപാട് വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പപ്പേട്ട എന്നെ വിളിച്ചു. പപ്പേട്ട വരും. ഇവിടെ വരാനൊരു കാരണമുണ്ട്. പപ്പേട്ടന്റെ കിഡിലൻ ഓഫർ കൊടുക്കുന്നത് ഓണം പ്രമാണിച്ച് എന്തൊക്കെ ഓഫറാ പപ്പേട്ട കൊടുക്കാൻ പോകുന്നത്? സ്കൂട്ടർ 2000 ഇലക്ട്രിക് സ്കൂട്ടർ വന്നിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിന് ഇപ്പോൾ നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം 1 ലക്ഷത്തിന് മുകളിലേക്കല്ലേ. ഇത് 69,000 ഇലക്ട്രിക് സ്കൂട്ടർ ഇവിടെ അവൈലബിൾ ആണ്. 70 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത് ലിഥിയം ബാറ്ററി. അപ്പൊ ഞാൻ എന്തായാലും വന്ന് നോക്കിയാൽ ആ വണ്ടി ഒന്ന് കാണണല്ലോ, അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അപ്പൊ വണ്ടി ഇതാണോ പേട്ടാ? ആ വണ്ടി ഏതാ? ഇതാണല്ലേ. വാ ഒന്ന് ആ വണ്ടി ഇതാണോ? അല്ല, സെക്കൻഡ് ഇതാണ്. ഓക്കെ, ഇത് സ്കൂട്ടി ടൈപ്പ് അല്ലേ? ഇതാണ് 69,000 രൂപയുടെ വണ്ടി അല്ലേ? ഓക്കെ, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ഹബ് മോട്ടർ ആണ് അല്ലേ? ഹബ് മോട്ടർ ആണ്. ഓക്കെ, 70 കിലോമീറ്റർ മൈലേജ്. 70 കിലോമീറ്റർ മൈലേജാ? 2 വർഷം വാറണ്ടി മോട്ടറിനും ബാറ്ററിക്കും. എന്താ? 2 വർഷം മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി. 2 വർഷം വാറണ്ടി. അത് ശരി, 2 വർഷം മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട്. 70 കിലോമീറ്റർ മൈലേജ് അല്ലേ? പിന്നെ അടുത്തത് ഇലക്ട്രിക് സ്കൂട്ടർ ഏതാണ്? ഇത് ഒരു കമ്പനിയാണ്. സ്റ്റെല്ല. അത് ഏതാ കമ്പനിയാ? സ്റ്റെല്ല ഏതാണ്? ഇന്ത്യൻ പേരാണ്. ഉൾസൂറ കമ്പനി. ഉൾസൂർ കമ്പനി. ഡീസൽ ക്ലസ്റ്റർ ഒക്കെ നോക്കൂ. ഒന്ന് വാ, കാണിച്ചു തരാം. ഇതിപ്പോ ഫുൾ ചാർജ് അല്ലേ? ഫുൾ ചാർജ്. ലിഥിയം ബാറ്ററി അല്ലേ? ലിഥിയം ബാറ്ററി ആണ്. ഇത് 90 കിലോമീറ്റർ മൈലേജ്. ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് 90 കിലോമീറ്റർ മൈലേജ്. ഓക്കെ, ലിഥിയം ബാറ്ററി ആണ്. 2 വർഷം മോട്ടറും ബാറ്ററിക്കും വാറണ്ടി. 69,000 രൂപ മുതൽ. ഇത് 89, 99, 110 കിലോമീറ്റർ 99. മൂന്ന് ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് മുതൽ പറയൂ. ഇത് 69, ഇത് 99, ഇത് 89. 99,000 എത്ര മൈലേജ്? 110 കിലോമീറ്റർ. ലിഥിയം ബാറ്ററി. ഓക്കെ. പിന്നെ ഫ്രണ്ട്സ്, ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സൈക്കിളുകൾ ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉള്ള. നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാവും. A to Z അല്ലേ? എല്ലാ സ്പെയറും കിട്ടും ഇവിടെ. എല്ലാ സ്പെയർ, ഗിയർ, എല്ലാ സാധനവും, സർവീസ് എല്ലാം ഉണ്ട്. എല്ലാ സാധനം, ഒന്നുമില്ലാത്ത എല്ലാ സാധനം ഉണ്ട്. ഒന്നുമില്ലാത്ത എല്ലാ സാധനം. ടയർ ഉണ്ട്, പമ്പ് ഉണ്ട്. പിന്നെ വേറെ കാര്യം ചെയ്യണം, നമ്മൾ ഓണം പ്രമാണിച്ചിട്ട് എന്തൊക്കെ ഡിസ്കൗണ്ട് നമ്മളെ പ്രേക്ഷകർ? സൈക്കിളിന് 5%, ഇതിന് 2000 രൂപ ഡിസ്കൗണ്ട്. സ്കൂട്ടറിന് സൈക്കിളിന് 5%. പമ്പ് ഫ്രീ. പമ്പ് ഫ്രീ ഉണ്ട്. വലിയ ഫ്രീ. അപ്പൊ ചോദിച്ചു വാങ്ങണം. 5% ഡിസ്കൗണ്ടും ഒരു പമ്പ് ഫ്രീ ചോദിച്ചു വാങ്ങണം. ഇതിന് 2000 രൂപ ഇലക്ട്രിക് സ്കൂട്ടറിന് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ 69,000 രൂപ പറഞ്ഞത് 67,000 രൂപയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ തരുന്ന പപ്പയുടെ പറയുന്നത്. ഇവിടെ ഇതുണ്ടോ നമ്മളെ ഫിനാൻസ് ഒക്കെ ചെയ്തു? ബജാജ് ഫിനാൻസ് ഉണ്ട്. ബജാജ് കാർഡുള്ളവർക്ക് ഫിനാൻസ് കൊടുക്കും. സൈക്കിളിനും കിട്ടും, സ്കൂട്ടറിനും കിട്ടും. ഒക്കെ ബജാജ് കാർഡുള്ളവർക്ക് ഫിനാൻസ് കൊടുക്കും അല്ലേ പപ്പയുടെ? പക്ഷെ ഉള്ളോട്ട് വരാണെങ്കിൽ ഒരുപാട് ഉണ്ട്. പപ്പയുടെ കഴിഞ്ഞ ഒരു നറുക്കെടുപ്പിന്റെ വീഡിയോ വന്നില്ല. ഓണത്തിന് ഞെരക്കെടുക്കണം. അത് വെച്ചാൽ കുറച്ചുകൂടെ ആള് വളരെ കുറവായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ചെയ്യാൻ കണ്ടീഷനിൽ സെറ്റാക്കി വെച്ചു ഓണത്തിന്. അപ്പൊ ഓണത്തിന് ഇവിടെ സൈക്കിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഓഫർ എത്ര രൂപ സൈക്കിളാ? അത് 20,000 18,800 സൈക്കിൾ. ടാറ്റ സൈക്കിളാണ്. അപ്പൊ ഇങ്ങോട്ട് വരാണെങ്കിൽ ഫ്രണ്ട്സ്, എല്ലാ ടൈപ്പ് സൈക്കിളുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുട്ടികൾക്ക് പറ്റിയ സൈക്കിൾ ഉണ്ട്, വലിയ ആൾക്കാർക്ക് പറ്റിയ സൈക്കിൾ, സ്പോർട്സ് സൈക്കിൾ ഉണ്ട്, ബ്രാൻഡഡ് സൈക്കിൾ ഉണ്ട്, ഇലക്ട്രിക് സൈക്കിൾ ഇല്ലേ? ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്. എല്ലാത്തിനും റേറ്റ് നോക്കുകയാണെങ്കിൽ കുറവാണോ? എല്ലാം കുറവാ. അല്ല, എല്ലാം കുറവാ. എന്തെങ്കിലും ചോദിച്ചാല് എല്ലാ കമ്പനികളിലും പോയി ചോദിച്ചിട്ട് എന്റെ അടുത്ത് എല്ലാ സൈക്കിളിനും 5% ഓഫ് ഉണ്ട്. ഓക്കെ, പമ്പ് ഫ്രീ നല്ല കമ്പനി സാധനം കൊടുക്കാം. ഇത് കണ്ട ചെറിയ കുട്ടികളുടെ സൈക്കിൾ വരെ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ കുട്ടികളുടെ സൈക്കിൾ വരെ ഉണ്ട്. ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നാണോ? പുതിയ സ്റ്റോക്ക് ഓണത്തിന് വേണ്ടിട്ട് സെറ്റ് ആക്കിയ ഓണത്തിന്റെ കച്ചവടം സെറ്റ് ആക്കിയ എല്ലാം. അപ്പം ഓണത്തിന് ഉള്ള കച്ചവടത്തിന് വേണ്ടിട്ട് ചെയ്തല്ല, ഓണക്കച്ചവടത്തിന് വേണ്ടിട്ട് ഒരുപാട് സാധനം ഇറക്കി അല്ലെ? നിറഞ്ഞു നിൽക്കുക ഫ്രണ്ട്സ്. ഇവിടെ ഗോഡൌൺ മൊത്തം, ഈ ഷോറൂം മൊത്തം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് സ്കൂട്ടറിന് കേരളം മുഴുക്ക ഏജൻസി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുള്ളത്. കേരളം മുഴുക്ക ഞങ്ങള് സ്റ്റെല്ലയ്ക്ക് അതിൽ ഏജൻസി കൊടുക്കുന്നുണ്ട്. ഒരു 10 ലക്ഷം മുടക്കി ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളുണ്ടെങ്കിൽ വന്നോട്ടെ കൊടുക്കാം, ധൈര്യം കൊടുക്കാം. ഒരു സാധനം കൊടുക്കാം, കച്ചവടം ചെയ്യാം. ഒരു വണ്ടി വിറ്റാൽ അവർക്ക് നല്ല പ്രോഫിറ്റും കിട്ടും. നേരിട്ട് വന്നാൽ ആ കാര്യം സംസാരിക്കാം. അപ്പൊ ബിസിനസിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങളിപ്പോ ഇത് പപ്പയുടെ ഏജൻസി എടുത്ത് കേരളം മുഴുക്ക എടുത്തിട്ടുണ്ട്. ഓൾ കേരള അത് ഞാൻ ആ ഏജൻസി എടുത്ത്. അപ്പൊ ഞാൻ കൊടുക്കും അവർക്ക്
അത് കറക്റ്റ് പറഞ്ഞ മാതിരി ടൈമിൽ സാധനം കൊടുക്കും. സാധനം പൈസ അടച്ച സ്റ്റോക്ക് അപ്പം കൊടുക്കും. നല്ലൊരു കണ്ടീഷനുള്ള സാധനം, നല്ല കമ്പനിയാണ്. പിന്നെ വെയിറ്റ് നമ്മൾ സാധാരണ സ്കൂട്ടറിനാണ് നല്ല വെയിറ്റ്. ഫുൾ ചാർജ് എത്ര സമയം പിടിക്കും? 110 കിലോമീറ്ററിന് 4 മണിക്കൂർ. മറ്റേത് 3 മണിക്കൂർ, ഇത് 2.5 മണിക്കൂർ. ബാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ബാറ്ററി വലിയ ബാറ്ററിക്ക് അനുസരിച്ച് വലിയ ബാറ്ററി കൂടുമ്പോഴേക്ക് ഡിഫറെന്റ് ആയിട്ട് ചാർജിങ് കൂടും. ഇവിടെ സർവീസിംഗ് ഉണ്ടോ? സൈക്കിളിന്റെ സൈക്കിൾ സർവീസിംഗ് ഉണ്ട് അല്ലേ? ഹലോ, ഇവിടുന്നാണ് ഇൻസ്റ്റാളേഷൻ അല്ലേ സൈക്കിള്? ഇവിടുന്നാണ്. അപ്പം ഇത് പാർട്സ് ആയിട്ടാ വരുന്നത്? പാർട്സ് ബോക്സിൽ വരും. ഇവിടുന്ന് ഇതേമാതിരി ബോക്സ് ആണ്, ഇങ്ങനെ വരും, ബോക്സിൽ വരും. ഇത് ഇവിടുന്ന് ഞങ്ങൾ പീസാക്കി എല്ലാം സെറ്റാക്കി ഇവിടേക്ക് സൈക്കിളാക്കും. പിന്നെ നമുക്കിപ്പം വേറെ എന്തൊക്കെയാ ഉള്ളത് ഇപ്പൊ ഇവിടെ? എല്ലാ സാധനം ഉണ്ട്. ടൂൾസ് ഐറ്റംസ് എല്ലാ സാധനം ഉണ്ട്. വരെ വേണ്ട സൈക്കിൾ വേണ്ട എല്ലാ സാധനം. വലിയ സൈക്കിളാണ്, സാധാ സൈക്കിള്. ഇതൊക്കെ സാധാ സൈക്കിൾ? സാധാ സൈക്കിളാണ്, ഗിയറില്ലാത്ത സാധാ സിംഗിൾ സ്പീഡ് വണ്ടി. അതൊക്കെ ഇത് ചെറിയ കുട്ടികളുടെ സൈക്കിള് കണ്ടില്ലേ? ഏത്? ആ മുകളിലുള്ള ആ സാധനം, ആ മുകളിലുള്ള. ഇത് ലേഡീസ് സൈക്കിള്. ലേഡീസിന് നിരയുണ്ട്, എല്ലാ സൈസും. 16 മുതൽ ലേഡീസിന്റെ 26, 29 വണ്ടിയുടെ സൈസ് ഉണ്ട്. ഇതെങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെ? നല്ല വണ്ടിയാണ്. നിങ്ങൾ നോക്കിക്കോളി, ഓടിച്ചു നോക്കിക്കോളി. 2 ആളിരുന്ന് പോകണം. 2 ആളിന് എല്ലാ കയറ്റം കയറി നോക്കുക, എന്നാലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ മോശമൊന്നും ആകാൻ പാടില്ലല്ലോ. ഈ വണ്ടിക്ക് എന്തൊക്കെ ആർടിഒയുടെ പറഞ്ഞ എന്തൊക്കെയാ വേണ്ടത്? ഒന്നും വേണ്ട. രജിസ്ട്രേഷൻ വേണ്ട, പക്ഷേ ഇൻഷുറൻസ് എടുക്കാം. ഇൻഷുറൻസ് വേണം എടുക്കാം. ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിക്കണം, നല്ലതാണ്. ഹെൽമെറ്റ് സേഫ്റ്റി വേണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഹെൽമെറ്റ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ. നമ്മൾ വണ്ടി വിൽക്കുമ്പോൾ പറയുന്നേ പറ്റില്ല. നമ്പർ രജിസ്ട്രേഷനും വേണ്ട. പക്ഷേ ഇൻഷുറൻസ് എടുക്കാം. ഇൻഷുറൻസ് നമ്മൾ സാധാരണ സ്കൂട്ടർ എടുക്കുന്നവരെ എടുക്കാൻ പറ്റും. ഇതിനെടുത്തോളി വണ്ടി, തന്നെ എടുത്തോളി. അപ്പൊ ഫ്രണ്ട്സ് നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം, കയറ്റം കയറുന്നുണ്ടോ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്കിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല പോക്ക് പോകണ്ടിട്ടോ വണ്ടി. ഫ്രണ്ട്സ് ഇത് ഹബ് വാട്ടർ ആണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, നല്ലൊരു കളർ, റെഡ് കളർ. പിന്നെ ഇവിടെ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതൊന്ന് കാണിക്കില്ലേക്ക്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട് ഇവിടെ. പിന്നെ കണക്ട് 60 വോൾട്ട്, പിന്നെ ഡിസ്കണക്ട് 48 വോൾട്ട് എന്ന് ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. 48 വോൾട്ട് ആണ് ഇതിന്റെ ബാറ്ററി കേട്ടോ. 48 വോൾട്ട് ലിഥിയം ബാറ്ററി ആണ് ഇതിന് വരുന്നത്, അതാണ് അവിടെ കൊടുത്തത്. പിന്നെ അത് അവിടെ റിവേഴ്സ് ഗിയർ ഉണ്ട്, ഇത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ അത് 3 സ്പീഡ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതവിടെ 1, 2, 3 സ്പീഡിലുണ്ട്. ഫ്രണ്ട്സ് വണ്ടി ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ ഓടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ആ ഒരു വിലയ്ക്ക് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഞാൻ സിംഗിളാണ് ഓടിച്ച് നോക്കിയത്. നിങ്ങൾ വന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് 2 ആൾ വെച്ചിട്ട് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവിന് അവിടെ വണ്ടിയുണ്ട്. എന്നിട്ട് ഫുൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി പർച്ചേസ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ പപ്പാട്ടിനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതുവരെ കണ്ടത് നമ്മളെ അമൃത ഏജൻസിയുടെ വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കോഴിക്കോട് കാരന്തൂർ മർക്കസ്, അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പാലക്കൽ പമ്പ് അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ അമൃത ഏജൻസി പ്രവർത്തിച്ചു വരുന്നത്. ഫ്രണ്ട്സ് ഇതിന് മുന്നേ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ സൈക്കിളുകളുടെ. ഇപ്പോൾ പുതിയ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാരനും എടുക്കാൻ പറ്റിയ ഇലക്ട്രിക് സ്കൂട്ടറും കൂടി പപ്പയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡില്ല, സ്റ്റെല്ല അല്ല, 2 വർഷം വാറണ്ടി കൂടി ഉണ്ട്. അതിന് 69,000 രൂപയിൽ ഇലക്ട്രിക് സ്കൂട്ടർ സ്റ്റാർട്ടിംഗ് ആണ്, 70 കിലോമീറ്റർ മൈലേജ്. അത് മാത്രമല്ല 2,000 രൂപ ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ട് കൂടി കൊടുക്കുന്നുണ്ട് പപ്പേട്ടൻ. പിന്നെ പപ്പേട്ടൻ എല്ലാവർക്കും വേണ്ടി ബിസിനസിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടല്ലോ. പപ്പേട്ടൻ അതിനെ കുറിച്ചൊന്നും കൂടി പറഞ്ഞു. അതിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു വണ്ടി വാങ്ങിയിട്ട് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെ ഒരു വണ്ടി വാങ്ങിയിട്ട് അയാൾ സ്വന്തമായിട്ട് ട്രയൽ കൊടുത്ത് ആ കസ്റ്റമറെ കൂട്ടുകൊടുത്താൽ അതിന്റെ കമ്മീഷൻ കൊടുക്കും. അപ്പം ചെറിയ പൈസ ചെയ്യാം. ഒരു വണ്ടി വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ.
മറ്റേ 50 ലക്ഷം മുടക്കി ചെയ്യുന്നതും ഒരു വണ്ടി വാങ്ങുന്നതിന് വ്യത്യാസമുണ്ട്. ആ വണ്ടി കൊണ്ട് തന്നെ അയാൾക്ക് ഒരാൾ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിരുന്നു, കുറെ വണ്ടി വിട്ടിട്ടുണ്ട്. ഇവരെ ഈ റിലേറ്റഡ് പെട്ട കമ്പനിക്കാരെ വണ്ടി ഞാൻ വിറ്റിട്ടുണ്ട്. ഒരു 100-200 വണ്ടി ഈ കക്ഷികൾ ഇങ്ങനെ വാങ്ങിപ്പോയിട്ടുണ്ട്. ആ പാർട്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ വണ്ടി ഡ്രൈവർ എടുക്കും. ഇപ്പൊ ആ വണ്ടി പോയപ്പോൾ പുതിയ വണ്ടി വന്നപ്പോൾ ആ പുതിയ വണ്ടി നോക്കുന്നുണ്ട്, കസ്റ്റമർ എടുക്കുന്നുണ്ട്, ഈ പാർട്ടി എടുത്ത് റെഡിയാക്കുന്നുണ്ട്, പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യം താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. അതിന് പുറമെ ഏജൻസി എടുത്ത് 10-20 വണ്ടി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളൊന്നും അതും ചെയ്ത് കൊടുക്കാം. ഒരു പ്രശ്നമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.